ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം അവർ ഫുൾ ടോക്ക് ഫാമിലി. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു കട്ട്ലേറ്റ് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഒന്നല്ല, നമ്മൾ ഇടിഞ്ചക്ക കൊണ്ട് കേട്ടോ കട്ട്ലേറ്റ്. കട്ട് ചെയ്ത ചക്കയ്ക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. അങ്ങനെ നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുളിയൊക്കെ കത്തിച്ച് വെച്ച് ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചക്ക അതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കന് ഓവർ ചൂട് പാടില്ല, എന്നാലോ തീരെ ചൂടില്ലാതിരിക്കാൻ അങ്ങനെ ഒരു മീഡിയം ചൂടിൽ നമ്മൾ മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഒന്ന് ക്രഷ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് ഉരുളൻകിഴങ്ങ് കുക്കറിൽ കുറച്ച് വെള്ളം ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിക്കുള്ള മസാല റെഡിയാക്കാം. പാൻ ചൂടായതിന് ശേഷം അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് ആവശ്യത്തിനനുസരിച്ച് 2 മുളകോ 3 മുളകോ ഒക്കെ ആക്കട്ടോ. സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കണേ. അതേപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഓവർ മസാല നമ്മൾ ചിക്കൻ്റെയും ബീഫിൻ്റെയും പോലെ ഓവർ മസാല ഇതിൽ ചക്കയിൽ പിടിക്കില്ല. അപ്പോൾ അധികം മസാലേൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല കേട്ടോ ആഡ് ചെയ്യണേ. അതിക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി ഇതിക്ക് കുറച്ച് ചപ്പ് കറിവേപ്പിലൊക്കെ ഇട്ട് മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ഒന്ന് റെഡിയായി എന്ന് കണ്ടാൽ നമുക്കതിലേക്ക് ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ച് ഇതാക്കിയത് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം. ഉരുളൻകിഴങ്ങും മസാലയും സെറ്റായതിന് ശേഷം പൊടിച്ച് വെച്ച ചക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിനൊരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കൈയൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ഇതിൽ ചെയ്യുമ്പോൾ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യട്ടോ, എന്നാൽ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ എല്ലാതും നമ്മൾ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാം. അതിന് ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇടിഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് ഉമ്മച്ചിൻ്റെ കട്ട്ലേറ്റ്?